ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സാധാരണ ഹൊറർ കഥയല്ല. കേരളത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഒരു കാട്ടുപ്രദേശത്ത് ഒരു അമ്പലത്തിന് മുന്നിൽ നിന്നിരുന്ന ഒരു ഭീകരമായ വലിയ മരത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ആ മരത്തെ കണ്ടാൽ ആർക്കും തോന്നും ഇത് നമ്മളെ നോക്കി നിൽക്കുന്നത് പോലെ. പക്ഷേ അന്ന് അവിടെ താമസിച്ചിരുന്ന ഒരു സാധാരണ കുടുംബം, റബ്ബർ വെട്ടി ജീവിച്ചിരുന്ന ഒരു അച്ഛനും അമ്മയും കുട്ടികളും. അവരുടെ ജീവിതം ഒറ്റ രാത്രിയിൽ തന്നെ മുഴുവൻ മാറി. കാരണം രാവിലെ അച്ഛൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ദിവസവും ഒരേപോലെ ഒരു മുട്ട എടുത്ത് അമ്പലത്തിന് മുന്നിലുള്ള ഒരു കല്ലിൽ പൊട്ടിച്ച് ഒഴിക്കുമായിരുന്നു. അതെന്തിനാണെന്ന് കുട്ടിക്ക് പോലും അറിയില്ല. പക്ഷേ ഒരു ദിവസം കുട്ടി അതിന്റെ പിന്നിലെ സത്യം അന്വേഷിച്ചു. അവിടെയാണ് വടകാളിയക്ഷി എന്ന പേര് ആ കുടുംബത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഈ കഥ മുഴുവൻ കേൾക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം വരെ കൂടെ തന്നെ ഇരിക്കണം. കാരണം ഇത് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോ രാത്രിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ പോലും പേടി തോന്നും. ലെറ്റ്സ് സ്റ്റോറി ടൈം. കഥ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പഴയ കാലത്ത് കണ്ണൂരിനെ വിളിച്ചിരുന്നത് നൗറി എന്നായിരുന്നു. അന്ന് അവിടെ താമസിക്കാൻ വന്നത് രമേശൻ എന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ഭാര്യ സുജാത, 8 വയസ്സുള്ള മകൻ അബി, ചെറിയ മകൾ കാവ്യ. റബ്ബർ ടാപ്പിംഗ് ജോലിക്കായി അവർ ആ കാട്ടുപ്രദേശത്തേക്ക് വന്നു. ഒരു ചെറിയ വാടക റൂമിൽ താമസം തുടങ്ങി. അന്ന് ടോർച്ചുകളില്ല. രാത്രിയിൽ തോട്ടത്തിലേക്ക് പോകുന്നത് ഒരു പഴയ റാന്തൽ പിടിച്ചാണ്. വിളക്കിന്റെ വെളിച്ചത്തിൽ മുന്നിലെ വഴി മാത്രം കാണും. ചുറ്റുമുള്ള കാടൊന്നും കാണില്ല. അതിനാൽ രമേശൻ മുന്നിൽ നടക്കും, അബി പിന്നിൽ വിളക്ക് പിടിച്ച് നടക്കും. വഴിയിൽ ഒരു ചെറിയ അമ്പലം, അമ്പലത്തിന്റെ മുന്നിൽ ഒരു പ്രതിഷ്ഠ. അത് കടന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ അമ്പലത്തിന് പിന്നിൽ ഇലകൾ നിറഞ്ഞ ഒരു വലിയ മരം. ആ മരത്തെ കണ്ട നിമിഷം മുതൽ അവരുടെ ജീവിതത്തിലേക്ക് ഭയം തുടങ്ങുകയായിരുന്നു. ആ അമ്പലത്തിന്റെ മുന്നിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, ഇലകൾ കൊണ്ട് പൂർണ്ണമായി മൂടപ്പെട്ടത്. ദൂരെ നിന്നാൽ പോലും ആ മരം നമ്മളെ നോക്കി നിൽക്കുന്ന പോലെ തോന്നും. അമ്പലത്തിന് മുന്നിലൂടെ കടന്ന് ഞങ്ങൾക്ക് കുറച്ച് മുകളിലോട്ട് കയറുമ്പോൾ അവിടെ ഏക്കറുകളോളം നീളുന്ന വലിയ റബ്ബർ തോട്ടം, ഏകദേശം 2000 മരങ്ങൾ. അവിടെ ജോലി ചെയ്യാൻ വേറെ ആരുമില്ല. എല്ലാം രമേശൻ ഒറ്റയ്ക്ക് തന്നെയാണ് വെട്ടുന്നത്. അങ്ങനെ റബ്ബർ വെട്ടിയാണ് അവരുടെ കുടുംബം ജീവിച്ചത്. രമേശൻ ഓരോ ദിവസവും വഴിയിലെ ഒരു കല്ലിന് മുന്നിൽ നിൽക്കും. പിന്നെ ആ കല്ലിൽ ഒരു മുട്ട പൊട്ടിച്ച് അതിലെ വെള്ളം ആ കല്ലിന് മുകളിൽ ഒഴിക്കും. പക്ഷേ ആ മുട്ട ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരില്ല, ഞങ്ങൾക്കൊന്നും കുടിക്കാനും തരില്ല. അത് കണ്ടപ്പോ രമേശിന്റെ മകനായ അബിക്ക് സംശയം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അബി അമ്മയോട് ചോദിച്ചു, അമ്മേ, അച്ഛൻ ദിവസവും മുട്ട പൊട്ടിച്ച് കല്ലിൽ ഒഴിക്കുന്നത് എന്തിനാ? അപ്പോ അമ്മ പറഞ്ഞു, എനിക്കറിയില്ല, നീ അച്ഛനോട് തന്നെ ചോദിച്ചോളും. പക്ഷേ അച്ഛനോട് ചോദിക്കാൻ അബിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെ അബിയെ ചേർത്തു. സ്കൂളിൽ അബിയുടെ കൂട്ടുകാരിൽ പലരും കുറിച്ചർ കുട്ടികളായിരുന്നു. അവർ അബിയോട് അധികം അടുത്തു വരില്ല. കാരണം ഈ നാട്ടിൽ ഇപ്പോഴും ജാതിയും വേർതിരിവും ശക്തമായിരുന്നു. അവരുടെ മുഖത്ത് അബി കണ്ടത് വെറുപ്പല്ല, ഭയമായിരുന്നു. അവർ അബിയെ നോക്കി പറയുന്നത് പോലെ തോന്നി, നീ ആ അമ്പല വഴി പോകരുത്. അങ്ങനെ പിന്നീട് ഒരിക്കൽ അബി അവരോട് ധൈര്യം സംഭരിച്ച് ചോദിച്ചു, ചേട്ടന്മാരെ, അച്ഛൻ ദിവസവും കല്ലിൽ മുട്ട ഒഴിക്കുന്നത് എന്തിനാ? അവർ ഒരുമിച്ച് പറഞ്ഞ വാക്ക് കേട്ട് അബിന്റെ ഉള്ളിൽ രക്തം കട്ടയായി. ആ കല്ലിന് മുകളിൽ മുട്ടയോ പാലോ ഒഴിക്കാതെ അക്കരെ കടന്നാൽ അവിടെ നിന്ന് വലിയതൊന്നു വരും, കല്ല് മുട്ടിച്ചു കൊല്ലും. അന്നു മുതൽ അച്ഛൻ എന്നെ വിളക്ക് പിടിപ്പിച്ച് പിന്നിൽ നടക്കാൻ പറഞ്ഞതിന്റെ കാരണം ഇല്ലാതെയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം അബി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് വിളക്ക് നിങ്ങൾ പിടിക്കൂ, ഞാൻ പുറകിൽ വരാം. അച്ഛൻ സമ്മതിച്ചില്ല. പക്ഷേ അബി വിട്ടുകൊടുത്തില്ല. അങ്ങനെ അച്ഛൻ വിളക്ക് പിടിച്ച് മുന്നിൽ നടന്നു, അബി പിന്നിലും. കല്ലിന് മുന്നിലെത്തിയപ്പോൾ അച്ഛൻ മുട്ട പൊട്ടിച്ചു. അപ്പോൾ അബി ശ്രദ്ധിച്ചു, അച്ഛന്റെ കയ്യിൽ ഒരു വലിയ മുറുക്കം. അദ്ദേഹം പേടിച്ചിരിക്കുന്നു. അബി പിന്നോട്ട് നോക്കിയപ്പോൾ ഒരു പാമ്പ് തലയുയർത്തി അച്ഛനെ മാത്രം നോക്കി നിൽക്കുന്നു. അബിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പക്ഷേ അബി ഒന്നും പറഞ്ഞില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അമ്പലത്തിന് മുന്നിലെ ആ വലിയ മരം അബി അന്ന് ആദ്യമായി കണ്ടു. മരത്തിന്റെ ചുവട്ടിൽ ചടപിടിച്ച മുടിയോടെ ചുവന്ന കണ്ണുകളോടെ ഒരു പെൺകുട്ടി. അവൾ അബിയെ മാത്രം നോക്കി നിന്നു. അബിയുടെ ഉള്ളിലെ എല്ലാം തണുത്തു. അബി അച്ഛന്റെ കൈ പിടിച്ചു.
പക്ഷെ അച്ഛൻ ഒന്നും നോക്കിയില്ല. അച്ഛൻ പറഞ്ഞു, ഇനി മുതൽ നീ ഒരു കത്തി പിടിക്കണം. അച്ഛൻ 2 കത്തി എടുത്തു. ഒന്ന് അബിക്ക് കൊടുത്തു, മറ്റേത് അച്ഛന്റെ കയ്യിലും പിടിച്ചു. എന്റെ പുറകിൽ തന്നെ നടക്കണം. 3:30 കഴിഞ്ഞാൽ ഞങ്ങൾ റബ്ബർ തോട്ടത്തിലെത്തി. അച്ഛൻ വെട്ടാൻ തുടങ്ങി. പക്ഷെ 3:30-4 മണി ആ സമയത്ത് എപ്പോഴും ഒരു വിചിത്രം സംഭവിക്കും. കാടിനുള്ളിൽ നിന്ന് ടയർ പോലെ ഒരു വലിയ സാധനം ഉരുണ്ട് വരും. അബിയുടെയും അച്ഛന്റെയും കാലിനടുത്ത് കിടക്കും. അപ്പോഴച്ഛൻ വിളക്ക് ഓഫ് ചെയ്യും. ഒന്നും സംസാരിക്കില്ല. കുറച്ചു സമയം അവിടെ നിശബ്ദത മാത്രം. പിന്നെ വിളക്ക് വെച്ചാൽ ആ സാധനം ഉണ്ടായിരുന്ന പോലെ പോലും കാണില്ല. അങ്ങനെ ഒരു ദിവസം അബി പേടിച്ച് വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ, 4 മണിക്ക് ഒരു ടയർ പോലെ ഒന്ന് വരുന്നു. അമ്മയുടെ മുഖം വെളുത്തുപോയി. അമ്മ പറഞ്ഞു, അത് ടയറല്ല, അത് ചുടുവെട്ടി യക്ഷിയാണ്. വടക്കാളി യക്ഷിക്ക് മുന്നിൽ കാവലായി ഉരുണ്ടുവരുന്ന യക്ഷി. അമ്മ തുടർന്നു, പ്രകാശം കാണുന്നിടത്ത് അത് കുടുങ്ങും. അടുത്തു ചെന്നാൽ ആളെ തീ കൊണ്ട് കുരുക്കി കൊല്ലും. അന്നു മുതൽ അബിക്ക് ആ സ്ഥലത്തേക്ക് ഇനി ഒരിക്കൽ പോലും നിൽക്കാൻ മനസ്സില്ലാതായി. അങ്ങനെ അബി സ്കൂളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോഴാണ് സ്കൂളിലെ കുട്ടികൾ മറ്റൊരു കാര്യം കൂടി പറയുന്നത്. ഈ പ്രദേശത്ത് കുമാരേട്ടൻ എന്ന ഒരാളുണ്ട്. അവൻ വടകാളി യക്ഷിയെ സംരക്ഷിക്കുന്നവൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവൻ ദിവസവും ഒരു കോഴിയെ കൊണ്ടുവരും. ചിലപ്പോൾ ഒരാടിനെ. രക്തമൊഴിച്ച് അമ്പലത്തിന് മുന്നിൽ സമർപ്പിക്കും. കാരണം വടക്കാളി യക്ഷിക്ക് രക്തം കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളെ മുഴുവൻ ഇല്ലാതാക്കും. ഇതാണ് കുമാരേട്ടൻ എല്ലാവരോടും പറഞ്ഞിരുന്ന ഭീഷണി. അന്നു മുതൽ കുമാരേട്ടൻ എന്ന മനുഷ്യൻ ഈ നാട്ടിലെ പേടിയായിരുന്നു. ആഴ്ചയിൽ ചൊവ്വയും ബുധനും അവൻ അമ്പലമുറ്റത്തെത്തും. കയ്യിൽ കോഴി, ചില ദിവസം ആട്. പിന്നെ അമ്പലത്തിന് മുന്നിലുള്ള ആ കല്ലിൽ ചോര ഒഴിക്കും. ആ ചോര വീഴുന്ന സമയത്ത് അമ്പലത്തിലെ വലിയ മരം കാറ്റില്ലാതെയും ഇളകും. പക്ഷേ അവിടെ ആരും ഒന്നും ചോദിക്കില്ല. കാരണം ചോദിച്ചാൽ അടുത്തത് അവരുടെ വീടാകുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അബിയും അച്ഛനും ഒരിക്കൽ രാത്രി അതുവഴി പോയി. അപ്പോൾ അബി ചോദിച്ചു, അച്ഛാ, ഇത് ശരിക്കും ഉണ്ടോ? അച്ഛൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ഇതൊക്കെ കഥയല്ലേ മോനെ. പേടിപ്പിക്കുന്ന മനസ്സ് തന്നെയാണ് യക്ഷിയെയും ജിന്നിനെയും ഉണ്ടാക്കുന്നത്. അബി വീണ്ടും ചോദിച്ചു, അച്ഛന് പേടിയില്ലേ? അച്ഛൻ പറഞ്ഞു, ദൈവം മനുഷ്യനാണ്. പേടിക്കേണ്ടത് നമ്മളല്ല, നമ്മളെ പേടിക്കേണ്ടത് യക്ഷിയും ജിന്നുമാണ്. അച്ഛൻ അന്ന് ഒന്ന് പറഞ്ഞു, വടക്കാളി യക്ഷി ദൈവമല്ല, അതൊരു ജിന്നി കൂട്ടത്തിൽപ്പെട്ട ഒരു പൂർണ്ണതയില്ലാത്ത മരിച്ച ആത്മാവാണ്. അത് കേട്ടപ്പോൾ എന്റെ ശരീരം തണുത്തു. ഞാൻ ചോദിച്ചു, എങ്കിൽ ഇങ്ങനെ ഒറ്റ യക്ഷി മാത്രം എങ്ങനെ? അച്ഛൻ പറഞ്ഞു, ഒറ്റയാൾ അല്ല, പല ആത്മാക്കൾ ഒന്നിച്ചുകൂടും. അവയിൽ ഒരാളെ നേതാവാക്കും. അതാണ് യക്ഷി. അങ്ങനെ അബി വീട്ടിലെത്തി. അമ്മയെ നോക്കുമ്പോഴാണെങ്കിൽ അമ്മ കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത്. അബി അമ്മയോട് ചോദിച്ചു, അമ്മേ, പിന്നെ ആളുകൾ എന്തിനാ ഈ യക്ഷിക്ക് ചോര കൊടുക്കുന്നത്? അമ്മ ഒന്ന് നിശബ്ദമായി. പിന്നെ പറഞ്ഞു, പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ ആളുകൾ ഈ വഴിയാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, അപ്പോൾ കൃഷ്ണന് കഴിയാത്തത് യക്ഷിക്ക് കഴിയുമോ? അമ്മ പറഞ്ഞു, സംരക്ഷിക്കുന്നത് ദൈവം മാത്രം, ബാക്കിയെല്ലാം വഞ്ചന, അഹം ബ്രഹ്മാസ്മി. പക്ഷേ അബിക്ക് അന്ന് ഒരു ഉത്തരവും കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം കുമാരേട്ടൻ അമ്പലത്തിലേക്ക് വരാതായി. അവൻ ചോര കൊടുക്കുന്നതും നിർത്തി. അന്നു മുതൽ ആ നാട്ടിൽ കാറ്റിന്റെ ശബ്ദം പോലും മാറി. പിന്നെ ഒരു രാത്രി കുമാരേട്ടന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര അലർച്ച. അയ്യോ, രക്ഷിക്കണേ! അവിടെ മുഴുവൻ ആളുകൾ. കുമാരേട്ടന്റെ ഭാര്യ കരയുന്നു. അവന്റെ മൂത്ത മകൻ വീട്ടിലുള്ളതെല്ലാം അടിച്ചു പൊളിക്കുന്നു. ചുമരിൽ തലയിടിക്കുന്നു. കണ്ണുകൾ ചുവപ്പ്. വായിൽ നിന്ന് ഒരു ശബ്ദം. പക്ഷേ അത് മനുഷ്യന്റെ ശബ്ദമല്ല, അതൊരു സ്ത്രീയുടെ ശബ്ദം. ചോര, എനിക്ക് ചോര വേണം. കുമാരേട്ടൻ ഒരു കോണിൽ ഇരുന്നു കരയുകയാണ്. അവൻ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു, ഞാൻ കൊടുത്തത് നിർത്തി. അവൾ വീട്ടിലേക്ക് വന്നു. ആ നിമിഷം അബി കണ്ടത് മൂത്ത മകൻ കയ്യിൽ പിടിച്ചിരുന്ന ഒരു പഴയ തുണിക്കെട്ട്. അത് തുറന്നപ്പോൾ അതിൽ മുട്ടകൾ, പല ദിവസത്തെ കുഴഞ്ഞു നാറുന്ന. പിന്നെ അതിന്റെ നടുവിൽ ഒരു ചെറിയ ചുവന്ന കല്ല്. ആ കല്ലിൽ നിന്ന് ചോര തുള്ളി തുള്ളിയായി വീഴുന്ന പോലെ തോന്നി. പക്ഷെ അവിടെ ചോരയില്ല. അപ്പോൾ തന്നെ മൂത്ത മകൻ തല തിരിച്ച് അബിയെ നോക്കി. അവന്റെ കണ്ണ് അബിയുടെ ആത്മാവ് വരെ കുത്തി. പിന്നെ അവൻ പറഞ്ഞു, നീയും വരൂ. ഇപ്പോൾ വടക്കാളി യക്ഷി എപ്പിസോഡ് 1 ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.